ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. മീനരാശി. ലഗ്നാധിപനായ വ്യാഴം ബലവാനാണ്. ഗജകേസരി യോഗം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന് ശേഷമേ മരിക്കൂ എന്നാണ് ശാസ്ത്രം. 83 സംവത്സരം 4 മാസം. ആയുർഭാവം വിശേഷമാണ്. മരിച്ചുപോയ നമ്മുടെ കേശവമേനന്റെ ജാതകവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. 93-ലാ മരിച്ചത്. വീഴ്ചയാവാതെ കഷ്ടപ്പെടാതെ പോണെന്നേ ആഗ്രഹമുള്ളൂ. ആ പറഞ്ഞത് ചെയ്താ മതി ആശക്കുട്ടി, വേറൊന്നും തൊടണ്ട. ജ്യോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ? ആശക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കണ്ട ശേഷേ മുത്തശ്ശൻ പോകുന്ന കണക്ക് കൂട്ടി പറഞ്ഞതിന്റെ അർത്ഥം. ഇനി 5-8 കൊല്ലം കാത്തിരിക്കണമല്ലോ എന്നറിയുമ്പോ പലർക്കും ഈ വീട്ടിൽ സങ്കടാവൂല്ലോ കുട്ടി. പൂട്ടിക്കോ. ഇത് തുറക്കട്ടെ മുത്തശ്ശ? അമ്മമ്മയുടെ പണ്ടങ്ങളൊക്കെ ഒരു ദിവസം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴല്ല, പിന്നെ. ശരിക്ക് പൂട്ടിയിട്ടുണ്ടോ നോക്ക്. നിന്റെ അമ്മമ്മയുടെ പണ്ടങ്ങളില് ഇവിടെ പലർക്കും നോട്ടുണ്ട്. ആ മാടക്കൂട്ട് വിശേഷ ദിവസങ്ങളിലെ നിന്റെ അമ്മമ്മ കഴുത്തിലിടൂ. നിനക്ക് അമ്മമ്മയെ ഓർമ്മയുണ്ടാ? ഉണ്ടാവില്ല. നിനക്ക് 3 തികയണേന് മുമ്പേ പോയില്ലേ? മുടി അരിച്ചിട്ടാ ഞെരിയാണി വരെയാ. ബാലേ നിന്നുടെ വാർമുടിക്കകമാവാസിക്ക് ആസ്ഥാനം കൊടുത്തില്ലേ? ഫാലത്തിലെന്നും ശശികല തെളിയാൻ. ബാക്കി ഓർമ്മ വരണില്ല. മുത്തശ്ശൻ അന്നുണ്ടാക്കിയ ശ്ലോക. ബാലേന്ന് പറഞ്ഞാ നിന്റെ അമ്മമ്മ തന്നെ. അത് കേട്ടിട്ട് എത്രയാ 36 ശരിക്കണേ. അങ്ങനെ ഒരു കാലം. അപ്പൂനെ അച്ഛൻ എങ്ങോട്ടാ അയച്ചത്? ഇവളുടെ ഗുളിക തീർന്നിരിക്കണോ? അത് വാങ്ങി കൊണ്ടുവന്നിട്ട് മതി മറ്റു ജോലികളെന്ന് രാവിലെ ഇറങ്ങുമ്പോ ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. ഇന്നലെ രാത്രി ഇന്ന് രാവിലെ മരുന്ന് കൊടുത്തിട്ടില്ല. അനിലില്ലേ? അവനെ വിടാറുന്നില്ലേ? എവിടെ അവൻ? ഉറങ്ങുക. ഉച്ചയാകും ഏട്ടന് എണീക്കാൻ. പഠിപ്പ് കഴിഞ്ഞ് വന്നതല്ലേ, കുട്ടികൾക്ക് രാവിലെ കുറച്ചു കിടന്ന് ഉറങ്ങണമെന്ന് തോന്നും. അവിടെ എന്നും ഉറക്കം ഒഴിച്ച് അധ്വാനിച്ചോണ്ടാവും 3 തവണ പരീക്ഷ എഴുതിയിട്ടും ബിഎ തോറ്റത് അല്ലേ? നിനക്ക് കുളിക്കൊന്നും വേണ്ടേ? ഞാൻ കുളത്തിൽ കുളിക്കട്ടെ അമ്മേ? വേണ്ട, കുളിമുറിയിൽ മതി. കുളത്തിൽ നിനക്ക് കാവല് നിൽക്കാനൊന്നും ഇവിടെ ആളില്ല. സൂക്കേടുകാരിയാണെന്ന് എല്ലാരും പറഞ്ഞ് അവളെ അങ്ങനെ മാറാരോഗ്യാക്കണ്ട. വെറുതെ പറഞ്ഞുണ്ടാക്കുകയല്ലോ. സ്കൂളിൽ നിന്ന് അവസ്മാരം ഇളകിയില്ലേ 2 തവണ? ഈ ഗുളിക ഒരു 6 മാസം കൊടുത്തിട്ട് നോക്കാന്ന് പറഞ്ഞു ഡോക്ടർ വാര്യര്. സ്കൂളിൽ അയക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരുത്തി 4 അക്ഷരം പഠിപ്പിച്ചുകൂടെ? ഒരു പെൺകുട്ടിയല്ലേ? ട്യൂഷൻ എടുക്കാൻ ആളെ അന്വേഷിച്ചപ്പോ 150 റുപ്യ, അതും ദിവസം 1 മണിക്കൂർ. ഇവിടെ ഉള്ള ആൾക്കിപ്പോ വരവൊന്നുമില്ല, മാസശമ്പളം ഇല്ലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ? ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ബിസിനസ് നടത്തി ഒക്കെ തർപ്പണം വെക്കാൻ ആരാ പറഞ്ഞത്? ഞാനല്ലല്ലോ. കിട്ടണ കൊണ്ട് സൂക്ഷിച്ച് ചെലവാക്കി സുഖമായിട്ടിരിക്കായിരുന്നില്ലേ? പെട്ടെന്ന് ലക്ഷപ്രഭു ആണോന്നായിരുന്നില്ലേ മോഹം നിങ്ങളുടെ? അച്ഛൻ ഇത് പിന്നെയും പറഞ്ഞ് കുട്ടികളുടെ അച്ഛനെ അപമാനിക്കാത്ത ദിവസം ഇല്ല. ജ്യോതിഷത്തിനും വഴിപാടിനും ഒക്കെയായി അച്ഛൻ ചെലവാക്കുന്നതിന് വല്ല കണക്കുണ്ടോ? അതേ, ഇനിയും ഞാൻ ചെലവാക്കും, ഇഷ്ടം പോലെ ചെലവാക്കും. ഞാൻ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ മുതൽ ചെലവാക്കണ്ട പിന്നെ ആരാ? നിന്റെ ആ പൊളിയാരശൻ നായരാ? അവസാന കാലത്തൊക്കെ ഞാനും എന്റെ കുട്ടികളും മാത്രമല്ലേ ഉണ്ടായുള്ളൂ സഹായത്തിന്. അത് മറക്കണ്ട അച്ഛൻ.
പമ്പ് സെറ്റിന്റെ ഒരു ഏജൻസി ശരിയാവും. 500-600 പമ്പ് സെറ്റിന് ലോൺ കൊടുക്കുന്നുണ്ട് ബാങ്കുകാര്. ഒരു പമ്പ് വിറ്റാൽ ലക്ഷം. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. രാവിലെ എഴുന്നേറ്റ് തുടങ്ങും ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കൊട്ടാൻ. ഇത് കോയമ്പത്തൂർ പാർട്ടിയാണ്. ഉവ്വ. നല്ല കമ്മീഷൻ വരും. 3 ഡിസ്ട്രിക്റ്റിന്റെ ഏജൻസിക്കാണ് ഞാൻ എഴുതുന്നത്. മുതൽ മുടക്കാണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് പമ്പ് സെറ്റ് കൊണ്ടൊന്ന് കെട്ടി ഏൽപ്പിക്കോ? ബാങ്കിൽ നിന്ന് കടം കിട്ടില്ലേ? സ്വല്പം വല്ലതും മുടക്കേണ്ടി വരും. സ്വല്പം വെച്ചാ ആദ്യത്തെ പർച്ചേസിന് ഒരു 10-15,000. ദാ ഞാൻ ഒരു കൊല്ലത്തെ ടേൺ ഓവർ, ലാഭം, പലിശ ഒക്കെ കണക്കാക്കിയിട്ടുണ്ട്. നിനക്കൊന്ന് സീരിയസ് ആയിട്ട് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞൂടെ? പറയേണ്ട താമസേ ഉള്ളൂ. കാർക്കോട് ഒഴുക്കെ ചാവുമല്ലോ. എവിടേക്ക് കൊണ്ടുപോകാനാ നന്ദ കൂട്ടി വെച്ചിരിക്കുന്നത്? റെഡി ക്യാഷ് ഇല്ലെങ്കിൽ ആ നിലത്തിന്റെ വക്കിലെ 10 സെന്റ് സ്ഥലം വിൽക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ഒരു 200 പവന്റെ ആഭരണം ഉണ്ടാവില്ല നിന്റെ അമ്മയുടെ? വിൽക്കലും പൊളിക്കലും ഒക്കെ തന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞിട്ട് മതിയെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞാൻ ഇനി പണത്തിന്റെ കാര്യം കമാന്നൊരു അക്ഷരം പറയില്ല. മാസം മാസം ഒരു ജാതകം നോക്കിക്കല്. കേട്ടത് തന്നെ കേൾക്കാൻ എന്താ ഇത്ര രസം തന്തയ്ക്ക്? മുത്തശ്ശൻ 1000 പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടേ മരിക്കൂ എന്ന് പണിക്കര് പറഞ്ഞു. വരൂ. ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ വന്നില്ലേ? അനില് പുറത്തേക്ക് പോകണ്ടോ ആവോ? വസന്തി, 10 മണി ആയിട്ടേ ഉള്ളൂ. ഇത്ര നേരത്തെ എണീക്കണോ? ഒരു ചായ താൻ പറയടി. അടുക്കളയിൽ ചെന്ന് കുടിക്കാം. ഇവിടെ റൂം ബോയ്സ് ഇല്ല തൽക്കാലം. നീ അപ്പേട്ടനോട് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങാൻ പറ. കാശ് അമ്മയോട് വാങ്ങിച്ചു കൊടുക്കും. അപ്പേട്ടൻ പാടത്തേക്ക് പോയതാ നേരത്തെ. നീ എങ്ങോട്ടാ? രമ ഒരു പുതിയ കാസറ്റ് തരാന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി അമ്മ ചാക്കിടുന്നതിന്റെ പേരെന്താ? സിംഗപ്പൂരിലെ ആസാമി. അമ്മയോട് ചോദിച്ചു നോക്ക്. എനിക്കെന്താ അറിയാ? പ്രപ്പോസൽ കൊണ്ട് ഞാൻ വേണേപ്പാ. അച്ഛനോട് പറ. അല്ലെങ്കിൽ ആങ്ങളൊക്കെ പ്ലെയിൻ ടിക്കറ്റ് അയച്ചുതരാൻ എഴുത്. ഇവിടെ ഇരുന്ന് മടുത്തു. ആശ. ക്ലാസ്സുകൾ എന്നാ തുടങ്ങുക? ഒരിക്കൽ കൂടി എഴുതി നോക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ സീറ്റില്ലല്ലോ. ഓ പിന്നെ പാരലൽ കോളേജ് സീറ്റിന് പിടിയും വലിയായിരിക്കും. എനിക്ക് കേൾക്കണ്ട. എല്ലാ സബ്ജക്റ്റും എടുക്കാൻ ഒരു സകലകലാവല്ലഭൻ. 2 തവണ ഞാൻ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് അയച്ച് തോറ്റ് റെക്കോർഡ് ഉണ്ടാക്കിയ സ്റ്റുഡന്റ് വാസന്തിയാണ്. ഇനി കഷ്ടപ്പെടണ്ട, മതി പഠിപ്പ്. അതല്ല, ഞാൻ ക്ലാസ് തുടങ്ങിയാൽ ഇവിടെ വരാനാണ് പ്രയാസം. പറക്കുന്നിൽ ഒരു കോളേജ് തുടങ്ങുന്നു കേട്ടില്ലേ? അവിടെ ലെക്ചറായി കിട്ടില്ലേ? ഓ കിട്ടും. അവിടെ ലേലം വിളി 50,000-നാണ്. നായരും ഈഴവനും മാപ്പിളയും എല്ലാം റേറ്റ് ഏകീകരിച്ചു. സമാധാനം, മത്സരമില്ല. എന്നും ഈ ട്യൂട്ടോറിയൽ മതിയെന്നാണോ? ഒരാൾക്ക് കഴിയാൻ ഇത് മതി. സ്വല്പം കൂടി അധ്വാനിച്ചാൽ ഒരു കുടുംബം കഴിയാൻ ഇത് മതിയാകും. ഞാൻ രമയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ടാ വന്നത്. വന്ന സ്ഥിതിക്കിരിക്കെ. ബാങ്ക് ഓഫീസർമാർക്കുള്ള ടെസ്റ്റ് എഴുതാൻ പോണെന്ന് പറഞ്ഞിട്ട്. നോക്ക്, എനിക്ക് വളരെ ചെറിയ മോഹങ്ങളേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. IAS-കാരനാവില്ല, വലിയ ഓഫീസർ ആവില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കും. നട്ടൽ ഊരിക്കളയാതെ ജീവിക്കണമെന്ന് ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ എനിക്ക്. പോട്ടെ, ഞാൻ ചിലപ്പോ നാളെ വരില്ല. മറ്റന്നാൾ. വേണ്ട. നോക്കൂ, പഠിപ്പ് നിർത്തി ചുമ്മാ ഇരിക്കുന്ന വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് നേരം പോക്കിന് വേണ്ടി അല്പം റൊമാൻസ് അതേ കണക്കാക്കിയിട്ടുള്ളെങ്കിൽ പ്ലീസ് ഇവിടെ വരരുത്, എന്നെ കാണരുത്. പ്രപഞ്ചം മുഴുവൻ നിന്നിലേക്ക് ഒതുങ്ങിക്കൂടി എന്നൊക്കെ കഥകൾ എഴുതി വെക്കാറുണ്ടല്ലോ, അതായിട്ടില്ല ഭാഗ്യത്തിന്. സോറി, ഐ എം സോറി. ഞാൻ പലതും ശ്രമിക്കുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല കുട്ടി. ശ്രമിക്കഞ്ഞിട്ടല്ല. രമയുടെ വല്യച്ഛനും ബ്രദറും സിംഗപ്പൂരിൽ നിന്ന് വന്ന പ്രോബ്ലം തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, എയർലൈൻസ് ജോലിയുള്ള കക്ഷി. ലോകം കാണാൻ വാസന്തിക്കൊരു ചാൻസ് ആണ്. ഗുഡ് ലക്ക്. ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. ആലോചനയും ബഹളം തുടങ്ങുന്നതിന് മുമ്പ് ദൂരെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കൂ. എന്നിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. വാസന്തി കൂടെ വരുവോ? ഒരു ഈഴവ ചെറുക്കന്റെ കൂടെ മംഗലത്ത് വീട്ടിലെ സന്തതി പോയാൽ
ഇവിടെ ഭൂകമ്പം ഉണ്ടാവില്ലേ? സ്റ്റുഡൻസ് ആരെങ്കിലും ആവും. പിയൂണും വാച്ച്മാനും ഒന്നും ഇല്ലേ പ്രിൻസിപ്പൽ സാറിന്? സൈക്ലോസ്റ്റൈലിന്റെ ഏർപ്പാടുണ്ട് ഇവിടെ എന്ന് അച്ഛൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ കുറെ കോപ്പീസ് വേണം. മെഷീൻ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലല്ലോ. തോറ്റ പിള്ളേരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലേ സാറേ? അടുത്ത ബാച്ച് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. എന്താ, അനിലിന് വരണമെന്നുണ്ടോ? ഓ, ക്ലാസ് എടുക്കാനാണെങ്കിൽ വരാം. ഒരു രസത്തിന്. പ്രീ ഡിഗ്രി തോറ്റവർക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പോരെ? പെമ്പിള്ളേരാണ് കൂടുതൽ അല്ലേ? കഴിഞ്ഞ പ്രീ ഡിഗ്രി ബാച്ചിൽ 4-5 നല്ല ചരക്കുകളുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. ഉവ്വ്. അനിലിന്റെ സിസ്റ്ററെ അതിൽ കൂട്ടിയിട്ടുണ്ടോ? ഞാൻ ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞാണ്. വേക്കൻസി ഉണ്ടാവുമ്പോ നമുക്കൊരു ചാൻസ് തരണം, മറക്കരുത്. പോയോ? ലോകം ചവിട്ടടിയിലാണെന്നല്ലേ വിചാരം? അധ്വാനിക്കാതെ തിന്നാനുള്ള വകയുണ്ടായാലത്തെ അത്യാപത്താണ്. ഇനി ആരൊക്കെയാണോ വരിക? പോട്ടെ. നീ? ഞാനൊരു പുസ്തകം എടുക്കാൻ കയറി. ആ ശ്രീധരന്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്. അതിലും കോപ്പി എടുക്കാം.